കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്താനായി ഒരു വിഭാഗം ബി.ജെ.പി പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നു. കൂടാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ ഒരു വിഭാഗം ബി.ജെ.പി നേതാക്കൾ വഴിവിട്ട് സഹായിച്ചിരുന്നുവെന്നും ഇതിനെല്ലാം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവുണ്ടായിരുന്നുവെന്നുമാണ് ഇപ്പോൾ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ. ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമളിന്റെ ശബ്ദ സന്ദേശത്തിലാണ് ഈ വിധത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. ആറ്റിങ്ങലിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ വേണ്ടത്ര പിന്തുണ ബി.ജെ.പിയിലെ ഒരു വിഭാഗം നൽകിയില്ല എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന വിധത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആറ്റിങ്ങലിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് താനാണെന്നും അത് അടൂർ പ്രകാശിനെ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് ആ വിവരം കൈമാറിയിരുന്നുവെന്നും ജയരാജ് കൈമൾ പറയുന്നുണ്ട്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട ശബ്ദരേഖയിലാണ് ഈ വിധം വിശദീകരണങ്ങൾ ഉള്ളത്. തങ്ങളുടെ പ്രവർത്തകർ UDF സ്ഥാനാർത്ഥികൾക്കായി രഹസ്യ പ്രവർത്തനം നടത്തിയിരുന്നതായും ജയരാജ് പറയുന്നുണ്ട്. ശബ്ദരേഖയിലെ മറ്റ് പരാമർശങ്ങൾ ഈ വിധത്തിലാണ്: ഇരട്ട വോട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരട്ട വോട്ട് രേഖപ്പെടുത്തിയാൽ 2 വർഷം ശിക്ഷ ലഭിക്കുമെന്ന് ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം നടത്തി മുന്നറിയിപ്പ് നൽകി. അതിന് ഫലമുണ്ടായി. ഇടതു സ്വാധീനമുള്ള മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു. ഞങ്ങളുടെ കുറച്ചംഗങ്ങൾ അടൂർ പ്രകാശിന്റെ പ്രചരണത്തിന്റെ ഭാഗവുമായിരുന്നു. ഈ വിധത്തിലാണ് ശബ്ദ സന്ദേശങ്ങളിലെ പരാമർശങ്ങളുടെ പോക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അതീവ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൊണ്ടാണ് കേരള ബി.ജെ.പി 0 നേടി തുടരുന്നതെന്ന ആരോപണമാണ് അതിശക്തമായി നേതൃത്വത്തിനെതിരെ ഉയർന്നത്. വർഷങ്ങളായി പാലക്കാട് പ്രവർത്തിച്ചു വന്ന ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്നും മാറ്റി ആറ്റിങ്ങലിൽ കൊണ്ടുവന്നത് തൊട്ട് അട്ടിമറി ദൃശ്യമായിരുന്നുവെന്നാണ് അന്നുയർന്ന ആരോപണം. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളിൽ സംഘടനാ സംവിധാനങ്ങൾക്ക് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. പോസ്റ്റർ പ്രചരണങ്ങളിലും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലുമെല്ലാം പാർട്ടി സംവിധാനത്തിന്റെ ഇടപെടലുകൾ ദുർബലമായിരുന്നു. എന്നിട്ടും അത്ഭുതകരമായ മുന്നേറ്റമാണ് ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. ആറ്റിങ്ങലിലെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബി.ജെ.പി സ്ഥാനാർത്ഥി 2 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുന്നത്. 3 ഇരട്ടിയിലധികം വോട്ടുകൾ നേടിയാണ് 2,48,081 വോട്ടുകൾ എന്ന അഭിമാന നേട്ടം ശോഭാ സുരേന്ദ്രൻ കൈവരിച്ചത്. ശോഭാ സുരേന്ദ്രൻ നേടിയ ഈ ഉജ്ജ്വല നേട്ടമാണ് കരുത്തനായ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്തിനെ നിലംപരിശാക്കിയത്. ഒപ്പം നിന്ന് ബി.ജെ.പി നേതാക്കൾ കാലുവാരിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആറ്റിങ്ങലിലെ ചിത്രങ്ങൾ മാറി മറിഞ്ഞേനെ. 0 പാർട്ടി എന്ന അവസ്ഥയിൽ നിന്നും ബി.ജെ.പി മാറിയേനെ. ശോഭാ സുരേന്ദ്രൻ വിജയ തിലകമണിഞ്ഞേനെ. മണ്ഡലത്തിലെ അടിയൊഴുക്കുകളും കണക്കുകളും പരിശോധിക്കുന്നവർക്ക് ഇത് വ്യക്തമാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ വഹിച്ചിരുന്ന ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വന്നതോടെ ഒരു വിഭാഗം ബി.ജെ.പി നേതാക്കൾ നടത്തിയ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട മറ്റൊരു മുഖം കൂടിയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി ആലപ്പുഴയിൽ ശക്തമായി മുന്നേറുകയാണ്. വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെയും സ്വന്തം പാർട്ടിക്കാർ തന്നെ പാര പണിയുമോ എന്ന ആശങ്ക ഇതിനോടകം ആത്മാർത്ഥമായി പ്രചരണം നടത്തുന്ന അണികളിൽ ശക്തമായിട്ടുണ്ട്. ജയരാജ് കൈമൾ എന്ന ബി.ജെ.പി സംസ്ഥാന നേതാവിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ ബി.ജെ.പിയും UDFും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ഉയർന്ന ആരോപണം ശരിയോ തെറ്റോ എന്ന് വിശദീകരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ ധാർമ്മികത കൂടിയാണ്.